എനിക്കും കുട്ടികൾക്കും മാനക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ലസിത പാലക്കൽ ഒരുപാട് കാലമായി നിരന്തരം എന്നെ ഫോക്കസ് ചെയ്തിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തുവെന്നും ഞാൻ ഒരു ഹണി ട്രാപ്പുകാരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ലസിത പാലക്കൽ സ്ഥിരമായിട്ട് എൻ്റെ പേര് വരെ മെൻഷൻ ചെയ്തിട്ട് ഡെയിലി വീഡിയോ ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, ഇത് ജസ്ന സലീം, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളവരായിരിക്കും. ഞാനും പലപ്പോഴും ഇവരെ ചില ചെയ്തികൾ വിമർശിച്ചുകൊണ്ട് വീഡിയോ ഇട്ടുണ്ട്. ഒരു സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് ഇത്തരം വിമർശനങ്ങളും ഇത്തരം പൊക്കലുകളൊക്കെ എന്തായാലും അനുഭവിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും പറയാനില്ല. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ലസിത പാലക്കൽ എന്ന് പറയുന്ന ഒരു BJP കാരിയുണ്ട്. ഇവരെ നിരന്തരമായിട്ട് വിമർശിക്കുന്നുണ്ട്. ഇനി വിമർശിക്കാനുള്ള കാരണം എന്തെന്ന് ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കി പറയാൻ വിചാരിക്കുന്നു. ഇത് ജസ്ന സലീമാണ്. മുസ്ലിം മതവിശ്വാസിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഇവർക്ക് ഭഗവാൻ കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ കൃഷ്ണന്റെ നല്ല ഫോട്ടോകൾ വരച്ച് പലപ്പോഴും ഗുരുവായൂർ പോയിട്ട് ഇവർ വിൽക്കാറുണ്ട്. ആ ചുറ്റുപരിസരങ്ങളൊക്കെ ഇവർ കറങ്ങി നടക്കാറുണ്ട്. അവിടുത്തെ റീൽ എടുക്കാറുണ്ട്. അതൊക്കെ പിന്നീട് പ്രശ്നമായി കോടതി അടക്കം ഇവരെ ആ റീൽ എന്ന് പറയുന്ന പരിപാടിയിൽ ഇടപെടുന്ന അവസ്ഥയ്ക്ക് ഉണ്ടായി എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ലസിത പാലക്കാണ് ഇപ്പൊ ഈ അടുത്ത കാലഘട്ടത്തിലായിട്ട് ഈ രണ്ടുപേരും നമ്മൾ ഈ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും നമ്മളെ തല്ലിങ്ങനെ കാണാൻ പറ്റും. അതൊരു വേറൊരു ലോകമാണ്. ഒരു പാരലൽ വേൾഡ് ആയിട്ട് ഇവർ ലോകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ലസിത പാലക്കലിന് നിരന്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിമർശനമുണ്ട്. ഇവര് ഹണി ട്രാപ്പുകാരിയാണ്, ഇങ്ങനെ ഹണി ട്രാപ്പ് ചെയ്ത് പൈസ വാങ്ങിച്ചാൽ ഇവർ ജീവിക്കുന്നത്, ഇവർ വളരെ മോശം ഒരു സ്ത്രീയാണ് എന്ന തരത്തിലുള്ള വീഡിയോസുകളാണ് ഇവരെ കുറിച്ചിട്ട്, അതായത് ജസ്ന സലീമിനെ കുറിച്ചിട്ട് നമ്മുടെ ലസിത പാലക്കൽ അമ്മായി പറയുന്നത്. വല്ല കാര്യമുണ്ടോ, വല്ല സത്യം ഉണ്ടോ നോക്കണം. എന്തൊക്കെയായാലും അങ്ങനെ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഇവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന ഒരു വാർത്ത. ഇനി നമ്മൾ അറിയേണ്ടത് ലസിത പാലക്കൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. കേട്ടോക്കൂ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം ലസിത പാലക്കൽ നമ്മുടെ ജസ്ന എന്ന ഹണി ട്രാപ്പുകാരിയുടെ വീഡിയോ കണ്ടു. അതായത് ഈ 26 സെന്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റ് വീടുമുള്ള ഈ ജസ്ന എന്ന് പറയുന്ന ഹണി ട്രാപ്പുകാരിക്ക് ഇനിയും ഒരു വീട് എടുക്കുന്നുണ്ട്. അപ്പൊ ഈ സലീം കാക്കി എന്താടി പുറത്തു വരാത്തത്? ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഡാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കാടി ചെയ്യാ? ഏതെങ്കിലും ഒരു ടൈപ്പിനെ വെച്ചിട്ട് നിന്റെ ഹസ്ബൻഡ് ഡാഡാന്ന് അല്ലെ നിന്റെ മക്കൾ അച്ഛൻ ഡാഡാന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരല്ലേ നീയൊക്കെ. പിന്നെ നമ്മൾ എങ്ങനെയാ നമ്മളെ വിശ്വസിക്കുക? അതവിടെക്കട്ടെ. ഈ ഗോകുലം ഗോപാൽ ഇതാണ് നമ്മുടെ ലസിത പാലക്കൽ എന്ന് പറയുന്നത്. BJPയുടെ ഒരു വലിയ നേതാവൊക്കെയാണ് കേട്ടോ. എന്തായാലും ഇവര് ഇതൊക്കെ ഈ ഒരു വർത്തമാനത്തില് നമ്മുടെ ജസ്ന സലീം പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇങ്ങനെയുള്ള, അതായത് ഇവരെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള വിഷയങ്ങളാണ് നമ്മുടെ ലസിത പാലക്കൽ ഇടാറുള്ളത്. ഇവരെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടും ലസിത പാലക്കൽ ഇങ്ങനത്തെ വീഡിയോ ഇട്ടു എന്നുള്ളതാണ്. എന്തായാലും തീർച്ചയായിട്ടും ഇവർക്ക് ഇനി പറയുന്നത് പരിപൂർണമായിട്ടൊന്ന് കേൾക്കാം. എനിക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞു. സാജനെ അറസ്റ്റ് ചെയ്ത സമയത്ത് അപ്പൊ ഞാൻ ചോദിച്ചു, സാജനെ എങ്ങനെ അറസ്റ്റ് ചെയ്തു? ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയത് കൊണ്ടല്ലേ സാജനെ അറസ്റ്റ് ചെയ്തത്? ഹണി റോസിന് എങ്ങനെ നീതി കിട്ടി? അപ്പൊ സാധാരണക്കാരായ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് നീതി നിഷേധമൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. ഞാൻ അവിടുന്ന് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് FIR ഇട്ട് കിട്ടിയിട്ടില്ല വെച്ചാല് ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മുമ്പിൽ വേറെ ഒരു വഴിയുമില്ല. കാരണം ഈ സ്ത്രീ എന്തിനാന്ന് എനിക്കറിയില്ല, നിരന്തരം എന്റെ പുറകെ നടന്നിട്ട് എന്നെ വളരെയധികം അപമാനിക്കുക ചെയ്യുന്നത്. ഇവിടെ ഒരു വിഷയം എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മതപരമായിട്ടുള്ള വിഷയമായിട്ടാണ് പോകുന്നത്. കാരണം ഇവര് ഒരു മുസ്ലിം മതവിശ്വാസിയാണ്, മറ്റുള്ളവർക്ക് ഹിന്ദു മതവിശ്വാസിയാണ്, തീവ്ര ഹിന്ദു മതവിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദു മതത്തിലെ ചില കാര്യങ്ങളൊക്കെ മുസ്ലിം മതത്തിൽപ്പെട്ട ഇവര് അനുഷ്ഠിക്കുകയോ അല്ലെങ്കിൽ ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ ഇവരൊക്കെ വന്നിട്ട് ഹിന്ദു മതത്തെ നശിപ്പിക്കാൻ നോക്കുകയാണെന്ന രീതിയിലാണ് നമ്മുടെ ലസിത പാലക്കൽ ഇതൊക്കെ എടുത്തിട്ടുള്ളത്. എന്തായാലും ഇവരിപ്പോ പറയുന്നത് ഇനിയും ലസിത പാലക്കൽ ഇത് തുടർന്നാൽ ആത്മഹത്യ ചെയ്യുമെന്നാണ്. ഇവരൊന്ന് ശ്രമിച്ചു, അതരസം. അതേപോലെ തന്നെ ഇന്നലെയും
ആ സ്ത്രീയും ഇപ്പൊ കൂടെ പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയും കൂടെ കൂടിയിട്ടുണ്ട്. അതേപോലെ ഷഫീന ബീബി, ഇവര് 3 പേരോട്. അപ്പൊ ഒരു മനുഷ്യന് സഹിക്കുന്നതിനും പൊറുക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റ് എന്നോട് വിട്ടുപോയി. ചെറിയൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ശ്രമിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ചത്തില്ല. അപ്പൊ വളരെയധികം പോലെയാണ് ആ സ്ത്രീ പെരുമാറുന്നത്. അതേപോലെ തന്നെ ഇന്നലെയും കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ ഇന്റിമേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്റിമേഷൻ കൊടുത്താൽ ഈ പറയുന്നത് വേണം പോലീസുകാർ വന്ന് എൻക്വയറി നടത്തും, FIR ഇടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ലസിത പാലക്കലിന്റെ കാല് പിടിച്ചിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ ചെയ്തു പോയൊരു തെറ്റ് എന്ന് പറയുന്നത് ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്തു പോയൊരു തെറ്റ്. അതിന്റെ പുറകെ എന്നെ ഇങ്ങനെ നിരന്തരം ഫോളോ ചെയ്ത് ഉപദ്രവിക്കുമ്പോ നിങ്ങൾക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട് എന്ന് പോലും ചിന്തിക്കുന്നില്ല. ഇന്നലെ എന്റെ കുട്ടികൾ ഇതനുഭവിച്ചത്. അവര് ബ്ലഡ് തുടച്ചതിന്റെ അവരുടെ ആ മാനസികാവസ്ഥയൊക്കെ ഇനി ഒരു കൊച്ചിന് വരാതിരിക്കട്ടെ. ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യാച്ചാല് ഞാൻ മാത്രമല്ല എന്റെ കുഞ്ഞുങ്ങളെയും ഞാൻ കൊല്ലും. കാരണം അത്രമേൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി നടന്നിട്ടും ലസിത പാലക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഞങ്ങളെ ജീവിക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഇതാണ് ഇവർക്ക് പറയാനുള്ളത്. ലസിത പാലക്കില് എന്നെ ആക്രമിക്കാനുള്ള ഏക കാരണം ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നത് മാത്രമാണ്. ലസിത പാലക്ക് എന്റെ പിന്നാലെ വിട്ടുപിടിച്ചിരിക്കുകയാണ്, എന്നെ നിരന്തരം ആക്രമിക്കുകയാണെന്ന് പറയുന്നത്. നോക്കൂ, ലസിത പാലക്കിന്റെ മുഴുവൻ വാക്കുകൾ നമ്മൾ കേട്ടിട്ടില്ല. ഞങ്ങൾക്ക് നിന്റെ ഈ 18ഓളം കേസുകൾ തിരക്കാനോ ഇതാക്കാനോ നിനക്ക് തരാനോ ഒന്നും സമയമില്ല. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാനലുകാർ ഇപ്പൊ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ. അവരോട് പോയിട്ട് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ച് ചോദിച്ച സമയത്ത് കൊയിലാണ്ടി പോലീസ് പറഞ്ഞ അയ്യോ അവരെ പേരേ ദയവ് ചെയ്തിട്ട് നിങ്ങൾ പറയല്ലേ, ഞങ്ങൾക്ക് തന്നെ മാനക്കേടാന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ അത് വിളിക്കലുമില്ല. കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് അറിയുന്നല്ലോ. എന്തിനാ വെറുതെ അവരെയും കൂടി ഉള്ള ജോലി എന്തിനാ ഇതാക്കേണ്ട ആവശ്യം? അതുകൊണ്ട് ഞാൻ വിളിയും നിർത്തി. ഞാൻ വിളിച്ചിട്ട് ഞാനിങ്ങനെ കുറെ കാര്യങ്ങൾ അവരോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞ് എനിക്ക് പറയേണ്ട ഇത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് പറയാൻ പറ്റില്ല. കാരണം എന്താ പറയേണ്ടത്, ആത്മഹത്യാ നാടകം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും പരിഹസിക്കുന്ന, ഞാൻ മാത്രമല്ല എല്ലാവരും പരിഹസിക്കുന്ന. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊന്നും അല്ല ആ താത്ത മറുപടി പറയുന്നത്. അതുകൊണ്ട് എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ലസിതേച്ചി നിങ്ങൾ എന്തിനാ ഈ വഴിത്താത്തക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിന്റെ സ്വത്തോ അല്ലെങ്കിൽ നിന്റെ ഗോൾഡോ ഇതൊന്നും എനിക്ക് വേണ്ട. കാരണം എന്താണെന്നറിയോ, കണ്ണീര് കലങ്ങിയ സംഭവങ്ങളൊന്നും എനിക്ക് വേണ്ട. പിന്നെ നിന്റെ ഈ കാക്ക സലീം കാക്ക എന്ന് പറയുന്ന കാക്കയുണ്ടല്ലോ, അത് ഒളിവിലാണല്ലോ. ഞാനൊക്കെ അറിഞ്ഞത് ഒളിവിലാണെന്നാ, വേറൊന്നും കൊണ്ടല്ല. ഈ ഓൺലൈനിൽ ഫോൺ വിളിക്കാൻ മാത്രമല്ലേ ഉണ്ടാകുക. ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ വെല്ലു വിളിക്കുന്നേ, ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ അടുത്തിരുന്നിട്ട് വീഡിയോ ചെയ്യിപ്പിക്കുക. അതാണ് നല്ലത്. അല്ലെ വേണ്ട, വീഡിയോ കോള് ലൈവിലൂടെ കാണിക്കുക. മുഖം ഒന്ന് കാണട്ടെ കാക്കയുടെ, എല്ലാവരും ഒന്ന് കാണട്ടെടോ. നമ്മൾ മാത്രം കണ്ടില്ലേ, ഇങ്ങനെ അതിഭീകരമായിട്ടുള്ള ടാർണിഷിംഗ് ആണ് ഇപ്പോൾ ഈ ഒരു സ്ത്രീക്കെതിരെ നടക്കുന്നത്. എന്തായാലും ഒരു ആത്മഹത്യ നാടകമാണ് ഇവർ നടത്തുന്നത്. ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇവർക്ക് കുറെ കേസുകളുണ്ടെന്ന് പറയുന്നു, പല കേസുകൾ ഉടായ്പ കേസുകളെന്ന് പറയുന്നു. ആർക്ക്? ലസിത പാലക്കലില്ല, നമ്മുടെ ഈ ഒരു സ്ത്രീക്ക്. എന്തായാലും ജസ്ന സലീം ഇതിനൊക്കെ ഭാഗമായിട്ടാണ് ഇവർ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനൊക്കെ ശ്രമിച്ചത്. അവരിതാ വീണ്ടും ഒരു കുറച്ച് നിമിഷം മുമ്പ് വീണ്ടും അവരൊരു പുതിയ വീട് ഇട്ടിട്ടുണ്ട്. ജീവിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ ജീവനോടെ നടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് നടക്കുകയാണ് ലസിത പാലക്കൽ. ലസിത പാലക്കൽ BJPയുടെയും RSSന്റെയും എന്തോ മുതിർന്ന നേതാവാണെന്നും അവള് വിചാരിച്ചാൽ എന്നെ അങ്ങ് ഇല്ലാണ്ടാക്കാൻ പറ്റുമെന്നും പറഞ്ഞിട്ടാണ് ഇവള് ഈ നടത്തം തുടങ്ങുന്നത്. അവളായിട്ട് ഇല്ലാണ്ടാക്കേണ്ടതേ സ്വയം ഇല്ലാതാവാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ലസിത കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാനും എന്റെ മക്കളും ഇപ്പം. കണ്ടില്ലേ, അവർ ആ ഒരു കാര്യം ഇങ്ങനെ നിരന്തരമായിട്ട് വീഡിയോസിൽ ഇടുന്നുണ്ട്. ഇത് ലസിത പാലക്കൽ കണ്ടിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു. ഇവർ രണ്ടുപേരുള്ള കേസ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ
ഇതൊക്കെ കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഭഗവാനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഇവരൊരു മുസ്ലിം ആയതും മറ്റൊരു ഹിന്ദു ആയതും. എന്തായാലും രണ്ടുപേരും കേസുകളൊക്കെ ഇതോടുകൂടി എന്തെങ്കിലും ഒരു തീരുമാനമാവും എന്ന് വിചാരിക്കാം. നാളെ മിക്കവാറും ലസിത പാലക്കിന്റെ മറ്റൊരു വീഡിയോ വരെയുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പൊ നാളെ കാണാം. ബൈ.